ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങളാണ് കമലഹാസനും മണിരത്നവും. അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ കമലഹാസൻ സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ചപ്പോൾ അതിമനോഹരമായ സിനിമകളൊരുക്കി മണിരത്നം സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇത്രയും വർഷത്തെ കരിയറിൽ 2 തവണ മാത്രമാണ് ഇരുവരും ഒന്നിച്ചത്. ടക്ക് ലൈഫിന്റെ ഷൂട്ടിനിടയിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കമലഹാസൻ. സെറ്റിൽ എല്ലാവരോടും 5:30 മണിക്കെത്താൻ പറയുന്നത് കൊണ്ട് താൻ അദ്ദേഹത്തെ 5:30 മണിരത്നം എന്നാണ് വിളിച്ചിരുന്നത് എന്ന് കമലഹാസൻ പറഞ്ഞിരുന്നു. സെറ്റിൽ എല്ലാവരുമുള്ള സമയത്തായിരുന്നു താൻ ആ പേര് വിളിച്ചതെന്ന് കമലഹാസൻ പറഞ്ഞു. ആ പേര് കേട്ടതും സെറ്റിലെ എല്ലാവരും കൈയടിച്ചെന്നും അവർക്കെല്ലാം ഈ പേര് ഇഷ്ടമായെന്നും കമലഹാസൻ കൂട്ടിച്ചേർത്തു. 5:30 മണിക്കൊക്കെ സെറ്റിലെത്തുക എന്നത് തന്നെ സംബന്ധിച്ച് അസാധ്യമാണെന്നും ക്യാമറമാൻ ഉൾപ്പെടെയുള്ളവർ അതിനു മുമ്പേ സെറ്റിലെത്തേണ്ടി വരുമെന്നും കമലഹാസൻ പറഞ്ഞു. അവരുടെയൊക്കെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലായെന്നും ഈ കാര്യത്തിൽ മണിരത്നവുമായി തർക്കിച്ചിട്ടുണ്ടെന്നും കമലഹാസൻ കൂട്ടിച്ചേർത്തു. 5 മണിക്ക് താങ്കൾ മാത്രമേ വരുവുള്ളൂവെന്നും താൻ 7 മണിക്ക് സെറ്റിലെത്തുള്ളൂവെന്നും മണിരത്നത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്നും കമലഹാസൻ പറഞ്ഞു. തഗ് ലൈഫിന്റെ പ്രൊമോഷന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കമലഹാസൻ. 5:30 മണിരത്നമെന്ന് വെറുതെ പേരിട്ടതല്ല, എല്ലാവരും ഇരിക്കുമ്പോഴാണ് ഞാൻ മണിരത്നത്തെ ആ പേര് വിളിച്ചത്. എല്ലാവരും അത് കേട്ട് കൈയടിച്ചു. അവർക്കെല്ലാം ആ പേരിഷ്ടമായി. പുലർച്ചെ 5 മണിക്കെല്ലാം സെറ്റിലെത്തണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അദ്ദേഹം കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ ക്യാമറമാൻ ഉൾപ്പെടെ ബാക്കിയുള്ളവർ അതിനു മുമ്പേ എത്തേണ്ടേ? ആ സമയമൊക്കെ അവരുടെ മാനസികാവസ്ഥ എന്താകുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് എനിക്ക് 5 മണിക്ക് സെറ്റിലെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ 5 മണിക്ക് വന്നോളൂ, ഞാൻ എന്തായാലും 7 മണിക്ക് മാത്രമേ വരികയുള്ളൂ എന്ന് മണിരത്നത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹം ഏർലി ബോർഡാണ്, കമലഹാസൻ പറഞ്ഞു.